യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ തളർന്നു പോകുന്നവരാണ് നമ്മിൽ പലരും. പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നവർ പോലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വചനം നമ്മോട് പറയുന്നു, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന്. ഓരോ കുരിശും ദൈവത്തിലേക്കുള്ള വിളിയാണെന്ന് വ്യക്തമാക്കി തരികയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ഷേമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആൻസി, സ്ഥലം കീഴൂർ. ഞാൻ 2 ആഴ്ച മുമ്പ് എനിക്ക് വയറുവേദനയും നടുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. 2 ദിവസത്തെ ഗുളികയും മരുന്ന് തന്നു വിട്ടു. ഇനി 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ഹോസ്പിറ്റലിൽ വരാതിരിക്കുവാണെങ്കിൽ ആ പൈസയ്ക്ക് കാര്യസ്ജ്യോതി മേടിച്ച് വിതരണം ചെയ്തോളാം നേരുകയും ചെയ്തതിൻ്റെ ഫലമായി പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. സൗഖ്യം നൽകി ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദുരിതങ്ങളും കഷ്ടതകളും നമ്മെ നയിക്കാറുള്ളത് ദൈവത്തിലേക്കോ അതോ അകലത്തിലേക്കോ എന്നതാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടതകളും ദുരിതങ്ങളും വന്നപ്പോൾ ദൈവത്തോടടുത്ത സംഭവങ്ങൾ കാണാൻ പറ്റും. ദൈവത്തിൽ നിന്നും വിദൂരത്തേക്ക് പോയ വ്യക്തികളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ സാധാരണ ദുരിതങ്ങൾ നയിക്കാറുള്ളത് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുവാനും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം അങ്ങയെ സ്നേഹിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ആശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഇടയാകേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് ഈ വിഷയം നമുക്ക് നൽകുന്ന ദൈവിക ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. വിഷയത്തിലേക്ക് പോകുവാൻ നമ്മളെ സഹായിക്കുന്ന 1-2 വചനഭാഗങ്ങൾ. ഒരു വചനഭാഗം ഞാൻ വായിക്കാം. പ്രഭാഷകൻ 2-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. പ്രഭാഷകൻ 2-3 തിരുവചനങ്ങൾ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. ആപത്തിൽ അടിപതറരുത്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക.
നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. വീണ്ടും 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനമെടുത്താൽ പത്രോസ്ലീഹ പറയുന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നന്മ പ്രവർത്തിച്ചിട്ടും കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നന്മ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിലും കഷ്ടതകൾ വരാം. ഒത്തിരിയേറെ പ്രാർത്ഥനയും വിശ്വാസവും നന്മയുമൊക്കെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ കടന്നു വരാം, കഷ്ടതകൾ കടന്നു വരാം, നഷ്ടങ്ങൾ കടന്നു വരാം. അത് എടുക്കേണ്ടതുപോലെ എടുക്കാനുള്ള ഒരഭിഷേകം, ആത്മീയ കരുത്ത്, അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള കാര്യം. അതിനു പകരം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ട്, ഒത്തിരിയേറെ സൽപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളോ ക്ലേശങ്ങളോ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതല്ല പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും വചനഭാഗങ്ങളും ഏതാനും പ്രധാനപ്പെട്ട പോയിന്റുകളും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് ഏറ്റെടുക്കാം. 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. അസറിയ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായി. അവൻ അയക്കപ്പെട്ടത് ആസാ രാജാവിൻ്റെ അടുത്തേക്കാണ്. ദൈവാത്മാവിനാൽ പൂരിതനായി അസറിയ ആസാ രാജാവിനോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുക. അവൻ പറഞ്ഞത്, നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവം നിന്നിൽ നിന്ന് അകന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചന ഭാഗത്ത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. ഇത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രം ചെയ്താൽ പോരാ. ദുരിതങ്ങൾ വരുമ്പോഴും കഷ്ടതകൾ വരുമ്പോഴും നഷ്ടങ്ങൾ വരുമ്പോഴും ആരും നമ്മളെ മനസ്സിലാക്കാതിരിക്കുമ്പോഴും വലിയ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അങ്ങനെയെങ്കിൽ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. കർത്താവ് ചിലപ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കും താൻ സ്നേഹിക്കുന്നവർക്കും കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയെന്ന് വരും. പക്ഷെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ഗുരുനാഥൻ നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. ആ സമയത്ത് നീ ഒറ്റയ്ക്കായിരിക്കില്ല, ആ അവസ്ഥയിലൂടെ കടന്നു പോവുക. നമ്മൾ ബോധപൂർവം ദൈവത്തിൽ നിന്ന് അകന്നാൽ മാത്രം, നമ്മൾ ബോധപൂർവം ദൈവത്തെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തിയാൽ മാത്രമേ ദൈവം നമ്മളിൽ നിന്നും അകന്നു പോകൂ. കഷ്ടതയുടെ അപ്പം, ക്ലേശത്തിൻ്റെ ജലം, അത് ഏറ്റെടുക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ മുഖം കാണുവാൻ നമ്മുടെ നയനങ്ങൾ ദൈവത്തെ ദർശിക്കുന്ന ആ വലിയ അനുഭവം ഉണ്ടാകാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു സംഭവം പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്തേഫാനോസ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും അതിഭയങ്കരമായിട്ട് ഏറ്റെടുത്ത് വേദനയിലൂടെ കടന്നുപോയ ഒരു രംഗം അവൻ ചെയ്തത്, അവൻ മുകളിലേക്ക് നോക്കി.
കഷ്ടതകളിലേക്ക് നോക്കുന്നതിനേക്കാൾ, ക്ലേശത്തിൻ്റെ വലിപ്പത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ അവൻ മുകളിലേക്ക് നോക്കി, അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അതിൻ്റെ ഫലമായി അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതും അവന് കാണാൻ സാധിച്ചു. പിന്നെ ക്ലേശങ്ങളെക്കുറിച്ചോ ദുരിതങ്ങളെക്കുറിച്ചോ അവനൊരു പരാതിയും പറയേണ്ടി വന്നില്ല. ഇക്കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് ദുരിതപൂരിതമെന്ന് നമ്മൾ കാണാറുള്ള ചില ജീവിത അവസ്ഥകളെക്കുറിച്ചാണ്. ദുരിതപൂരിതങ്ങളായിട്ട് നമ്മൾ കാണാറുള്ള ചില സാഹചര്യങ്ങൾ, ജീവിതാവസ്ഥകൾ. അതിലൊന്നാമത്തേത് പ്രലോഭനവേള. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പ്രലോഭന വേളകളെ ചില വ്യക്തികൾ ആ പ്രലോഭന വേളയിൽ അസ്വസ്ഥരായേക്കാം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, പ്രലോഭനങ്ങളെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കണം. പ്രലോഭനങ്ങളില്ലാത്ത സാഹചര്യമല്ല നോക്കിയിരിക്കേണ്ടത്, പ്രലോഭനങ്ങളെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കണം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവുക സർവ്വസാധാരണമാണ്. പക്ഷെ ആര് മൂലം പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുവോ അവന് ദുരിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരാത്മീയ കരുത്ത് നമ്മൾ സമ്പാദിക്കണം. രണ്ടാമത്തെ കാര്യം പരീക്ഷണ വേള. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ ജോബ് പരീക്ഷിക്കപ്പെട്ടു. അതിശക്തമായ പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തോബിത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം വായിച്ചാൽ ഒത്തിരി നന്മകൾ ചെയ്ത, ചാരിറ്റി ചെയ്ത, സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്ത തോബിത്തിൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടത, ദുരിതങ്ങൾ കടന്നു വന്നു. പക്ഷെ അവിടെ തളരാതെ പതറാതെ നന്മയിൽ തന്നെ തുടരാൻ അവന് സാധിച്ചതുകൊണ്ട് അവനൊരാവശ്യ നേരത്തെ പ്രധാന ദൂതന്മാരിൽ ഒരാളെ ദൈവം അയക്കുന്ന രംഗം, റാഫേലിനെ അയക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. അത് തോബിത്ത് 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ എടുക്കേണ്ടത് ശാസനങ്ങൾ. യൂദിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തന്നെ സ്നേഹിക്കുന്ന മകന് പിതാവ് കൊടുക്കുന്നൊരു കാര്യമാണ് ശാസനം. ശാസനം ദൈവം നൽകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളതിനെ കാണേണ്ടത് എൻ്റെ സ്നേഹപിതാവ് എന്നെ നന്മയിൽ നയിക്കാൻ, എന്നെ നേർവഴിയിൽ നയിക്കാൻ എനിക്ക് നൽകുന്ന ഒരു ഉപദേശം. ആ രീതിയിൽ ശാസനത്തെ കാണുവാൻ നമുക്ക് സാധിക്കണമെന്ന്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, പത്രോസിന്, അപ്പസ്തോലന്മാരുടെ തലവനായ പത്രോസിന് കർത്താവ് കൊടുക്കുന്ന ഒരു ശാസനം. സാത്താനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, നീ പുറകോട്ട് പോവുക. അതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ഗുരുനാഥനെ അവൻ വിട്ടുപോകുന്നില്ല. സ്നേഹമുള്ള പിതാവിൽ നിന്ന് അവന് കിട്ടിയ ഒരു സ്നേഹ സമ്മാനം പോലെ ഒരു ശാസനത്തെ എടുക്കാൻ തയ്യാറായ പത്രോസിനെ നമുക്കവിടെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം, ശാസന നിരസിക്കുന്നവൻ, ശാസനം വരുമ്പോൾ അത് നിരസിക്കുന്നവൻ വഴിപിഴയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഴിപിഴച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശാസനം സന്തോഷത്തോടെ ഏറ്റെടുക്കുക എന്നുള്ളത്. 4-ാമത്തെ കാര്യമാണ് ശിക്ഷണം. നമ്മൾ കാണുന്നുണ്ട് ഹെബ്രായ ലേഖനം 12-ാം അധ്യായം വായിച്ചാൽ അതിന് തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ പിതൃശിക്ഷണം. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ള പിതാവ് മക്കൾക്ക് ശിക്ഷണം നൽകുന്നത് അവരെ പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരാൻ വേണ്ടിയാണ്. 7 മുതലുള്ള വചനഭാഗം വീണ്ടും വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പൻ്റെ ശിക്ഷണം ലഭിക്കാത്ത മക്കൾ യഥാർത്ഥ മക്കളാകില്ല, ജാരസന്തതികളായിരിക്കും. പിതാവായ ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷണം നമ്മളൊക്കെ ആ പിതാവിൻ്റെ ഉത്തമ മക്കളായിട്ട് വളരാൻ വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ശിക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദുരിതങ്ങൾ.
നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പോൾ അതിനെ ഏറ്റെടുക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 119 71 വചനം പറയുന്നത്, സങ്കീർത്തൻ പറയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്രദമായി. ദുരിതങ്ങൾ മൂലം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വിശ്വാസം കുറഞ്ഞു പോവുകയാണ്, ഇനി ഞാൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അങ്ങനെയല്ല സങ്കീർത്തകൻ പറഞ്ഞത്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്രദമായി. അവ മൂലം കർത്താവിൻ്റെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിക്കാൻ പഠിച്ചു എന്നാണ് ഈ വചനഭാഗത്ത് നമ്മൾ വായിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 107 17 മുതലുള്ള വചനഭാഗം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാപം ചെയ്ത് അകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് മൂലമാണ് എനിക്ക് ദുരിതങ്ങളുണ്ടായത്. അതുകൊണ്ട് അനുതപിച്ച് ഞാൻ എൻ്റെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുന്നു. ആ കർത്താവിൻ്റെ കരുണയ്ക്കായി ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവന് കർത്താവിൻ്റെ കരുണ ലഭിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി എന്നാണ് സങ്കീർത്തനം 107 17 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ദുരിതങ്ങളും കഷ്ടതകളും നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കണം എന്നുള്ള കാര്യം. നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണാവുന്ന ഒരു കാര്യമാണ്, ഉയർച്ച വന്നപ്പോൾ ദൈവത്തെ മറന്ന് ജീവിച്ചവർ, തകർച്ച വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സംഭവങ്ങൾ. നിങ്ങൾ 2 ദിനവൃത്താന്തം 26 അധ്യായത്തിൻ്റെ 16 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ ഉസിയ രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവന് കീർത്തി വർദ്ധിച്ചപ്പോൾ ദൈവത്തെ മറന്ന് അവൻ അഹങ്കരിച്ച് ജീവിച്ചു. അവസാനം അവൻ്റെ അഹങ്കാരം മൂലം ഒരിക്കലും ചെയ്യരുതാത്ത ചില പാപങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് അവന് കുഷ്ഠം പിടിപെട്ട് ആ കുഷ്ഠരോഗത്താൽ മരിക്കുന്ന രംഗം ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആസാ രാജാവിന് സംഭവിച്ച കാര്യം. 2 ദിനവൃത്താന്തം 16 അധ്യായം വായിച്ചാൽ അവന് രോഗം പിടിപെട്ടു, ദുരിതം വന്നു. ആ ദുരിതത്തിൽ കർത്താവിങ്കലേക്ക് തിരിയാതെ ആ ദുരിതത്തിൽ അവൻ മരിക്കുന്ന രംഗം നമുക്കവിടെ കാണാൻ പറ്റും. ഉയർച്ചയും അതുപോലെ തന്നെ ആത്മീയ നന്മകളും വന്നപ്പോൾ അഹങ്കരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പൗലോസ്ലീഹായെ നമുക്ക് കാണാൻ സാധിക്കും. 1 കൊറിന്തോസ് 15:10 പൗലോസ്ലീഹ വിളിച്ചു പറയുന്നൊരു കാര്യം, എനിക്കെന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ അതിൽ അഹങ്കരിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസുസ് 2 അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം, എല്ലാം രക്ഷ ഉൾപ്പെടെ എല്ലാ നേട്ടങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമായിരിക്കെ നമുക്കെങ്ങനെ അതിൽ അഹങ്കരിക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ദുരിതങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന കൃപാസമൃദ്ധിയുണ്ട്. അത് കാണാൻ പറ്റാത്തവരാണ് ദുരിതങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ടു പോവുക. റോമ 8:18 വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസാരമാണ്. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 1 അധ്യായവും 42 അധ്യായവും വായിച്ചാൽ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് ദുരിതത്തിലൂടെ കഷ്ടതയിലൂടെ കടന്നുപോയ ജോബ്. അവിടെയെല്ലാം പിടിച്ചു നിന്നതുകൊണ്ട്, കർത്താവിനെ മുറുകെ പിടിച്ചതുകൊണ്ട് 42 അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ്റെ ആയുസ് 140 വർഷം കർത്താവ് നീട്ടിക്കൊടുത്തു. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി അവന് തിരിച്ചു കൊടുത്തു. അപ്പം അതുകൊണ്ട് ദുരിതങ്ങളിൽ കഷ്ടനഷ്ടങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന കൃപാസമൃദ്ധിയുണ്ട്. അത് കാണാൻ സാധിക്കുന്നവർക്ക് പ്രത്യാശ കൈവിടാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. 2 കൊറിന്തോസ് 4:16 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ പൗലോസ് പറയാണ്, ഒരുപക്ഷെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു, വല്ലാത്ത നഷ്ടങ്ങളും കഷ്ടങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നു, എന്നാൽ മറുവശേ ഞങ്ങൾ ആന്തരികമായി നവീകരിക്കപ്പെടുന്നു, ആത്മീയ നന്മ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നിരാശയില്ല. ഇപ്രകാരം ദുരിതങ്ങളിലും നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും പറയുവാനുള്ള ഒരഭിഷേകം ആഗ്രഹിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറ്റം പ്രിയപ്പെട്ടവരെ, സ്വർഗീയ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ. കാരണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സമയം. നമുക്ക് ഈ സമയം ഉള്ളുരുകി പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു, നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ അവയ്ക്ക് നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പറ്റും. നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് വിശ്വാസത്തിൽ അവ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ആ സഹനങ്ങളും ദുരിതങ്ങളും ദൈവത്തിൽ നിന്ന് നമ്മളെ ദൂരെ അകറ്റുന്ന അനുഭവം ഉണ്ടാകാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. നമ്മെ സ്നേഹിക്കുന്ന ദൈവം അനാവശ്യമായി ഒരു ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കില്ല. അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്കുള്ളത് കൊണ്ടും നമ്മൾ ആത്മീയമായിട്ട് വളരാൻ, വിശുദ്ധീകരിക്കപ്പെടാൻ അവ ആവശ്യമായതുകൊണ്ടുമാണ്. ആ ഒരു ദൈവിക ചിന്ത നമ്മളിൽ ഉണരുവാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങൾ, വേർപാടിൻ്റെ വേദനകൾ, വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവങ്ങൾ, അതുപോലെ നമുക്കിഷ്ടമില്ലാത്ത പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ശരീരം വേദനിച്ച നിമിഷങ്ങൾ, മനസ്സ് നൊമ്പരപ്പെട്ട നിമിഷങ്ങൾ, വലിയ വലിയ തകർച്ചകൾ നമ്മൾ നേരിട്ട സാഹചര്യങ്ങൾ, അതെല്ലാം ദൈവത്തിങ്കിലേക്ക് നമ്മൾ അടുക്കുന്നതിന് കാരണമായോ അതോ ദൈവത്തിൽ നിന്നും അകലുവാൻ കാരണമായോ നമുക്ക് അനുദപിക്കാം. വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ആ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാനിട വന്നെങ്കിൽ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ, സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുവാനിട വന്നെങ്കിൽ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ, വചനത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ നമുക്കിട വന്നെങ്കിൽ ദൈവത്തിൻ്റെ സജീവ വചനത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കരുണ്യവനായ കർത്താവേ, ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ കൃപ നൽകണമേ. പലപ്പോഴും വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ പലതും ഞങ്ങൾക്ക് കാണുവാനും എടുക്കുവാനും പറ്റാതെ പോയി. അതുകൊണ്ടാണ് ഒരുപാട് പരാതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ പറയേണ്ടി വന്നു. ഈശോയെ, അങ്ങ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രഭാഷകൻ 39:17 മുതലുള്ള വചനങ്ങൾ, ഇതെന്ത്, എന്തുകൊണ്ട് എന്ന് നിൻ്റെ സൃഷ്ടാവിനോട് നീ ചോദിക്കരുത്. യഥാകാലം അതിൻ്റെ എല്ലാം അർത്ഥം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ കർത്താവേ, ഇതൊന്നും അറിയാതെ ഒത്തിരിയേറെ പരാതികളും പരിഭവങ്ങളും ഞാൻ പറയാൻ ഇട വന്നിട്ടുണ്ട്. അനുദപിച്ച് അങ്ങയുടെ കാരുണ്യം യാചിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, അവിടുന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ എന്നെ ശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് വാഗ്ദാനം ചെയ്ത ആ വലിയൊരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഞങ്ങൾ ജ്വലിക്കട്ടെ, സ്നേഹത്തിൽ ഞങ്ങൾ വളരട്ടെ, ആത്മീയതയിൽ കർത്താവേ ഞങ്ങൾ ഇനിയും ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശയോടെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കാം. ദൈവമേ, നിന്നെ എനിക്ക് ആവശ്യമാണ്. ദൈവമേ, നിനക്ക് എന്നെ ആവശ്യമാണ്. കർത്താവേ, നിനക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ സാധിക്കും. ഹൃദയത്തിൽ വിശ്വസിച്ച്, ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ടായിരിക്കെ ഈ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത്, ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കുന്നത് വലിയ സൗഖ്യത്തിന് കാരണമാവും, അഭിഷേകത്തിന് കാരണമാവും. നിങ്ങളെ വേദനിപ്പിക്കുന്ന
നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിപ്പോൾ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി സമർപ്പിച്ച് ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. നിങ്ങളുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ഹൃദയാഭിലാഷങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തി കരങ്ങൾ തുറന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, അങ്ങയുടെ സഹായം ഞങ്ങൾ തേടുന്നു. അവിടുത്തെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ആരെയെല്ലാം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നോ അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. ഞങ്ങളുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ആവശ്യങ്ങളും അഭിലാഷങ്ങളും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും വിശുദ്ധീകരണവും വിടുതലും സൗഖ്യവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.